സൗമ്യ സുനിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മട്ടർ ആലു കറിയാണ്. നമ്മൾ പനീറും ഗ്രീൻ പീസും അതുപോലെ ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു കറി. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണയ്ക്ക് പകരം നമ്മൾ നെയ്യാണ് ഉപയോഗിക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിന്. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ഫ്രൈ ആവട്ടെ. അതിനകത്തോട്ട് ഇനി നമ്മളെ ബേ ലീഫും അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം ഇട്ട് കൊടുക്കാം. ഗരം മസാല, നമ്മുടെ ഗരം മസാലത്തെ മുഴുവനായിട്ടില്ലേ ഗരം മസാലയിലെ ഏകദേശം എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രാമ്പൂവും ഏലക്കായും അതുപോലെ കറുകപ്പട്ടയും ബേ ലീഫും എല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ നെയ്യിലേക്കൊന്ന് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്, ഒരു 10 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. അത് 2 ഉള്ളിയാണ്. 2 ഉള്ളി ചെറുതായിട്ടും അരിഞ്ഞതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് വരണം. വഴറ്റിയല്ല, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അതാണ് ഈ കറിയുടെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളി നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മളെ ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ തന്നെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് മസാല ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് ഒരു 2 സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1/2 സ്പൂണോളം ഗരം മസാല. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം മസാല ഇതുപോലെ നല്ലതുപോലെ വഴണ്ട് വരണം. മസാലേൻ്റെ ആ ഒരു കുത്തലും എല്ലാം പോകണം. അപ്പോൾ അത് നല്ലതുപോലെ ഉള്ളിയും മസാലയും കൂടെ നല്ലതുപോലെ വഴണ്ട് വരണം. അപ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാല ഒന്ന് നല്ലതുപോലെ അതിൻ്റെ പച്ചമണെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ വഴണ്ട് വരട്ടെ.
മസാല നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെ അതിൻ്റെ വെള്ളം ഒഴിച്ചതെല്ലാം ഡ്രൈ ആയി. അപ്പം നല്ല നമ്മുടെ നെയ്യ് ഒഴിച്ചത് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, ഇത് 2 തക്കാളി അരച്ചതാണ്, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ തക്കാളി നല്ലതുപോലെ വെന്ത് വരണം. അതിൻ്റെ പച്ചമണെല്ലാം മാറി കിട്ടണം. മസാലേൻ്റെ കൂടെ നല്ലതുപോലെ വെന്ത് വരട്ടെ. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഏകദേശം 5 മിനിറ്റായി അടച്ചു വെച്ച് നമുക്ക് നോക്കാം. മസാല നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നെയ്യെല്ലാം വിട്ട് വരുന്നുണ്ട്. അപ്പം ഇതുപോലെ നല്ല വൃത്തി മസാല വഴണ്ട് വരണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ അടച്ചു വെച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അടുക്കി പോകാനും ചെയ്താലത് പ്രശ്നമില്ല. അപ്പോൾ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം, ഇളക്കി കൊടുക്കണം. സൈഡിലൂടെ നെയ്യ് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു മസാല റെഡിയായി അതിനർത്ഥം. 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് വേണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറക്കാം. കുറച്ച് കറിയായിട്ട് തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് നിറച്ചും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളക്കണം. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇതിനകത്തോട്ട് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ.
കറി തിളച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തതാണ്. അതുകൂടാതെ ഏകദേശം 1 കപ്പ് ഗ്രീൻ പീസ്, അത് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും നല്ലതുപോലെ വെന്ത് വരണം. ഉരുളക്കിഴങ്ങ് വേവാൻ കുറച്ച് സമയം വേണം. അപ്പം നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെന്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് പനീർ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറവാന്ന് തോന്നുവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. പനീർ ഫ്രൈ ചെയ്തിട്ട് ഇടാം. ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാണ്. ഇതിനകത്തോട്ട് ഡ്രൈഡ് ഉണങ്ങിയ നമ്മൾ ഉലുവേൻ്റെ ഇല, അത് നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടും. കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കണം ആവശ്യത്തിന്, ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് അതുപോലെ ഒരു 5 മിനിറ്റ് പനീറിൻ്റെ ഉള്ളിൽ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ടാവും. പനീർ നല്ല വൃത്തി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/4 സ്പൂണ് നെയ്യും കൂടെ മുകളിലേക്ക് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് എല്ലായിടത്തും മിക്സ് ആക്കാം. അപ്പോൾ നമ്മളെ മട്ടർ പനീർ റെഡിയായി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പനീർ ആലു മട്ടർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പുലാവിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വീട്ടിലുണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്